ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലി മഹേഷ്. ഇന്ന് ഞാൻ മാങ്ങ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മൾ എണ്ണയും ഉപ്പും മുളകും ഒക്കെ പുരട്ടി നമ്മൾ കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ചെറുതിലായാലും വലുതായാലും എല്ലാം കഴിക്കുന്നൊരു രീതിയുണ്ട്. ഞാൻ ഇപ്പം ചെയ്യുന്ന രീതിക്ക് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കണം. അതായത് പച്ച മാങ്ങയല്ല, എന്നാൽ അധികം പഴുത്തതുമല്ല. അങ്ങനെ എടുക്കുന്ന മാങ്ങയ്ക്കായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ പുരട്ടി വയ്ക്കാം. ഇച്ചിരി സമയം വെച്ചേക്കണം. അടുത്തായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വറ്റൽമുളകുണ്ട്. ഒരു 5-6 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് ചൂടാക്കാം. ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ മറ്റേ ഉപ്പും എല്ലാം പുരട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഒന്ന് ചൂടായതിനൊക്കെ ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത മാങ്ങയിലേക്ക് ഇതങ്ങ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപാര ടേസ്റ്റാണ്. ഞാനത് കഴിച്ച് നോക്കിയതിനൊക്കെ ശേഷമാണ് എന്തും ഞാൻ വീഡിയോ ചെയ്തിടുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ട്. എല്ലാവർക്കും കൊതി വരും കാണുമ്പോൾ. ഞാൻ സത്യമല്ലേ പറയുന്നത്. ദേ നോക്കിക്കേ, വായിക്കൂടെയും വെള്ളം വരുന്നു. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും പുളിയും മധുരവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇതുണ്ടോ? അയ്യോ, എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.